ഹായ് ഹലോ വെൽക്കം ടു സക്സസ് അക്കാഡമി. ഞാൻ വിഷ്ണു. മകളെ 26-ാം തീയതി SSC MTSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് 2 പോസ്റ്റുകൾക്കാണ് SSC MTS അപ്ലിക്കേഷൻ എല്ലാ വർഷവും വരാറുള്ളത്. അതായത് MTSഉം പ്ലസ് ഹവൽദാറും 2 പോസ്റ്റുകൾക്ക്. ഓക്കെ, 26-ാം തീയതി ജോബ് നോട്ടിഫിക്കേഷൻ വന്നു. ജൂലൈ 24-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു ദിവസം കൂടെ ഫീ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. അതായത് 25-ാം തീയതി ജൂലൈ 2025 വരെ നമുക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനൊപ്പം തന്നെ ഫീ കറക്ഷന് 29th മുതൽ 31 വരെ ഉണ്ടെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. എക്സാം 20 സെപ്റ്റംബർ ടു 24 ഒക്ടോബർ, ഏകദേശം 1 മന്തോളം എക്സാംസ് കാര്യങ്ങളും നടക്കും. ഓക്കെ, ഡേറ്റ് കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ 2 പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് എക്സാംസ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതായത് SSC MTSഉം ഹവൽദാറിനും വേണ്ടിയിട്ട്. MTSൻ്റെ വേക്കൻസീസ് കാര്യങ്ങൾ നിലവിൽ വന്നിട്ടില്ല. അതായത് കൂടും, അതായത് ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് കൂടും എന്നുള്ള അർത്ഥം. ഹവൽദാറിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 1075 വേക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത്. ടെൻറ്റേറ്റീവ് ആണ്, കൂടാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ ആണല്ലോ. അതായത് ഹവൽദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന പോലെ കോൺസ്റ്റബിൾ പോസ്റ്റുകൾ കാണാറില്ലേ, ഏകദേശം അതുപോലത്തെ പോസ്റ്റാണെന്ന് ചോദിച്ചേക്കുക. ഒപ്പം നമുക്ക് വരുന്നത് ഈ 2 ഓഫീസുകൾ, അതായത് CBIC, CBN. CBIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. നമ്മൾ കസ്റ്റംസ് എന്ന് പറയാറുണ്ടല്ലോ, ആ ഓഫീസുകളിലും ഒപ്പം തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിടിക്കുന്ന ഓഫീസുകൾ അറിയാമെന്ന് തോന്നുന്നു, ന്യൂസിലൊക്കെ ഒരുപാട് നമ്മൾ കാണാറുള്ളതാണല്ലോ. ഈ 2 ഓഫീസുകളിലാണ് ഹവൽദാർ പോസ്റ്റുകൾ. അതിനൊപ്പം തന്നെ MTS പോസ്റ്റുകൾ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 18 മുതൽ 25 വയസ്സ് വരെയുള്ള ആളുകൾക്ക് MTS പോസ്റ്റുകൾക്കും 18 മുതൽ 27 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഹവൽദാർ പോസ്റ്റുകൾക്കും എക്സാംസിന് അപ്ലൈ ചെയ്യാം. അതിനൊപ്പം തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, മെട്രിക്കുലേഷൻ, അതും ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ബോർഡ്, ഓരോ സ്റ്റേറ്റുകളിലുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ബോർഡുകളിൽ നിന്ന് 10th പാസ്സാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏജിൻ്റെ കാര്യങ്ങളോട് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇതിൻ്റെ ഒപ്പം തന്നെ സാധാരണ SSC എക്സാംസിനുള്ള പോലെ SC STക്കാർക്ക് 5 വർഷവും അതുപോലെ തന്നെ OBCക്കാർക്ക് 3 വർഷത്തിൻ്റെയും ഏജ് റിലാക്സേഷൻ ഉണ്ടെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി എക്സാം പാറ്റേണിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മുടെ SSC എക്സാംസിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഇവിടെ 2 സെക്ഷനായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ടയർ 1 എക്സാംസ് 2 സെക്ഷനായിട്ടാണ് നടക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് സെക്ഷനിൽ ന്യൂമറിക്കൽ, അതായത് നമ്മുടെ ക്വാണ്ടും റീസണിങ്ങും വരുന്നുണ്ട്. 2ാമത്തെ സെക്ഷനിൽ ഇംഗ്ലീഷും GKയും. ഓക്കെ, ഇതിനകത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ നെഗറ്റീവ് മാർക്കിങ്സ് ഇല്ല. അതിൻ്റെ ഒപ്പം തന്നെ 2ാമത്തെ സെക്ഷനിൽ 1 മാർക്ക് നെഗറ്റീവ് ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ, അത് കഴിഞ്ഞാൽ ഹവൽദാർ പോസ്റ്റുകൾക്ക് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ കൂടെ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഫിസിക്കൽ എക്സാമിനേഷൻസ്. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ. ഓക്കെ, നല്ലപോലെ ഒന്ന് നോക്കിക്കോ. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ക്വാണ്ടിനും റീസണിങ്ങിനും 20 ക്വസ്റ്റ്യൻസ് ഈച്ച്, അതായത് 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ GKയ്ക്കും ഇംഗ്ലീഷിനും 25 ക്വസ്റ്റ്യൻസ് ഈച്ച് ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. മൊത്തം 90 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. 90 ക്വസ്റ്റ്യൻസ് 1.5 മണിക്കൂറിൻ്റെ എക്സാംസ് ആയിരിക്കും. ഓക്കെ അല്ലേ, 90 മിനിറ്റ്സിൻ്റെ എക്സാം ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 45 മിനിറ്റ്സ് ആണ് ഓരോ സെഷനും. 2 എക്സാംസ്, അതായത് 45 മിനിറ്റിൻ്റെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ 2ാമത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് എക്സാംസ് നടക്കാറുള്ളത്. ഇതിനകത്ത് ഫസ്റ്റ് സെക്ഷനിൽ നെഗറ്റീവ് മാർക്കിങ്സ് ഒന്നുമില്ല. 2ാമത്തെ സെക്ഷനിൽ നോക്കുമ്പോൾ ഇവിടെ 1 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ അവിടെ നിനക്ക് 1 മാർക്ക് വെച്ച് നഷ്ടപ്പെടുന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, കാര്യങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാവുമല്ലോ. ഇവിടെ നിനക്ക് ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചിട്ടാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ, ഒരു ക്വസ്റ്റ്യന് ശരിയാക്കി കഴിഞ്ഞാൽ 3 മാർക്കും, തെറ്റിച്ച് കഴിഞ്ഞാൽ 1 മാർക്ക്. അത് സെക്കൻഡ് സെക്ഷനിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്ഷനിൽ നെഗറ്റീവ് മാർക്ക് ഇല്ലെങ്കിലും ഫസ്റ്റ് സെക്ഷൻ ക്വാളിഫയിങ് സെക്ഷനാണ്. ഓക്കെ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ അവർ നിശ്ചയിക്കുന്നൊരു മാർക്കുണ്ട്. അത് പൊതുവേ പറയാറുള്ളത് ജനറലിന് 30% മാർക്സ്, OBCക്ക് 25%, SC STക്ക് 20%. ഇങ്ങനെയാണ്. ഇത്ര പെർസെൻറ്റേജ് മാർക്കെങ്കിലും നീ ഈ സെക്ഷനിൽ
ഫസ്റ്റ് സെക്ഷനിൽ നീ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഏത് സെക്കൻഡ് സെക്ഷൻ അവർ നോക്കുക പോലെ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അതായത് ഫസ്റ്റ് സെക്ഷൻ ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ മാത്രമാണ് സെക്കൻഡ് സെക്ഷനിലേക്ക് പോകുന്നുള്ളൂ. സെക്കൻഡ് സെക്ഷനിൽ നെഗറ്റീവ് മാർക്കിംഗ് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ലെവലിലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഈ കട്ട് ഓഫ് പാസ് ചെയ്താൽ മാത്രമായിരിക്കും അടുത്ത ലെവലിലോട്ട് നിൻ്റെ കാര്യം നോക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹവൽദാർ പോസ്റ്റുകൾക്ക് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ കൂടി ഉണ്ട്. ഓക്കെ ആണോ? രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫിസിക്കൽ എലിജിബിലിറ്റി ടെസ്റ്റും പിന്നെ രണ്ടാമത്തത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഒരു എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നടത്തം. അത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് 1600 മീറ്റർ 15 മിനിറ്റ്. 1600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ മൈൽ എന്ന് പറയുമല്ലോ, 1 മൈൽ, അതാണ് 1600 മീറ്റർ. 1 മൈൽ ദൂരം 15 മിനിറ്റിനകത്ത്. അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ 1 കിലോമീറ്റർ 20 മിനിറ്റിനകത്ത് നടന്ന് തീർക്കുക എന്നുള്ളത് ഓക്കെ ഡൂവബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ രണ്ടാമത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ഫോർ മെയിൽസ് ആൻഡ് ചെസ്റ്റ് 76 സെൻറ്റിമീറ്റർ, എക്സ്പാൻഡഡ് ആണെങ്കിൽ അത് 5 സെൻറ്റിമീറ്ററും. ഓക്കെ, വെയിറ്റിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല പുരുഷന്മാർക്ക്. ഇനി സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ചെസ്റ്റ് നോട്ട് അപ്ലിക്കബിൾ ആണ്. 48 കിലോഗ്രാം വെയിറ്റ് ഉണ്ടാവണം. 40 കിലോഗ്രാം ഇല്ല, നടക്കില്ല. 48 കിലോഗ്രാം മിനിമം വേണം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫീസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇവിടെ 100 രൂപ, സാധാരണ SSC എക്സാംസിനുള്ള പോലെ തന്നെ 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, എക്സ് സർവീസ്മാൻ, SC ST-കാർക്കൊന്നും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അവരൊക്കെ ഫീസിൽ നിന്ന് ഈ 100 റുപ്പീസിൽ നിന്ന് എക്സെംപ്റ്റഡ് ആണ്. ഓക്കെ അല്ലേ? ഇനി ഫീ പേ ചെയ്യൽ ഓൺലൈൻ മോഡിൽ കൂടെയാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഏത് മോഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഓൺലൈൻ ആയുള്ളത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI പേയ്മെൻറ്റ്, ഏത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഞങ്ങൾ ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്, ssc.gov.in. അതിനൊപ്പം തന്നെ നമുക്കിപ്പോൾ പുതിയതായിട്ട് മൈ SSC എന്നുള്ളൊരു ആപ്പ് കൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് നോക്കി വെച്ചേക്കണം മക്കളെ. ഓക്കെ അല്ലേ? അവസാന നിമിഷത്തേക്ക് വെക്കണ്ട, കാരണം സൈറ്റിൻ്റെ പ്രശ്നം, സെർവർ ഇഷ്യൂസൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഈയിടെയായിട്ട്. ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഓക്കെ അല്ലേ? അപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊപ്പം ഇവിടെ സക്സസ് അക്കാഡമി ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാ മാസവും ഇവിടെ ബാച്ചുകളുണ്ട്. ഞങ്ങൾക്കൊപ്പം ചേർന്ന് പഠിച്ച് മുൻപോട്ടെത്താൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ ഒപ്പം ചേരാം. കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുത്തു വയ്ക്കാം.